കുട്ടികളില്ലേ? കല്യാണം കഴിഞ്ഞു. കുട്ടികളില്ലേ? ജീവിക്കും എന്ത് ഇത് തന്നെ പരിസ്ഥിതിക്ക് ഞാൻ ട്രാവൽ പണ്ണതുക്ക് സ്ഥലങ്ങൾ കാണാൻ മെസ്സേജ് ഇല്ല. സൈക്കിൾ ഓടിക്കരുതില്ലേ? എല്ലാം കുറഞ്ഞു പോയി. അപ്പൊ കൊളസ്ട്രോൾ എല്ലാം കൂടിയിട്ട് അപ്പൊ നിങ്ങൾക്ക് ഹാർട്ട് പ്രോബ്ലം, കൊളസ്ട്രോൾ പ്രോബ്ലം, കാലറീസ് പ്രോബ്ലം, ഷുഗർ, പ്രഷർ, ഹാർട്ട് അറ്റാക്ക് എല്ലാം പറഞ്ഞു. അപ്പൊ പാവപ്പെട്ട ആൾക്കാർ എങ്ങനെ we can manage, how to manage? Okay. Nowadays the lifestyle is changed. For example, TV channel change, remote control. Okay. Start, self-start. Okay. In the home, mixie, grinder, washing machine, anything, everything mechanic like. How to burning up the cholesterol, calories. അപ്പോൾ കൊഴുപ്പ് കൂടിപ്പോയില്ലേ? അപ്പൊ എങ്ങനെയാണ് പാവപ്പെട്ട ആൾക്കാർ ആശുപത്രി എங்கே പോയി ജീവിക്കണം? ഒരു സ്കാൻ എടുக்கிறதுக்கு 2000, MRI സ്കാൻ എടുക്കുന്നത് 10,000. പണിക്ക് പോறதும் പോയി ഇൻകം കട്ടായി. ഒരു മേജർ പ്രോബ്ലം ഇൻ ഓൾ ഓവർ ഇന്ത്യ, ഒബിസിറ്റി. അപ്പോൾ എന്ത് പണി ഇല്ല. ഇപ്പോൾ 10 കുട്ടികൾ ഇട്ടാங்க വീട്ടിൽ. ഹോസ്പിറ്റൽ ഇല്ല, മെഡിസിൻ ഇല്ല, ഓപ്പറേഷൻ ഇല്ല, നാച്ചുറൽ ഡെലിവറി. ഇപ്പോൾ ഒരു പിള്ളേക്ക് ഒരു കുട്ടിക്ക് ഓപ്പറേഷൻ ചെയ്തെടുക്കണം. ഒരു 4 months 3 months bed rest after operation. അപ്പോൾ how can manage இந்த உங்களுக்கு லைஃப்பை வந்து அந்த டூரிங் த ஆப்ரேஷன் ஃப்ரீயாக எந்த அது உங்களுக்கு லைஃப்பை வந்துட்டு பணையம் வைக்குது இல்லையா? பணையம் வைக்குது இல்லையா? ப்ளீச். அப்போ இதுக்கெல்லாம் என்ன ரீசன்? லைஃப் ஸ்டைல் மாறி போயிட்டு. அப்போ சைக்கிள் சவட்டினாவே ஒரு பேலன்ஸ் எல்லாம் கிளியர் ஆகும். அது எல்லா ஸ்கூலு குட்டிகளுக்கெல்லாம் நீங்கள் போயெல்லாம் இதையும் பாருங்க. இப்போ ஒரு சும்மா போயிட்டு இருக்கிறதுனா அதில் ஒன்றும் வாட் இஸ் மீனிங்? யுவர் பீப்புள், ஐ திங்க் இந்த யூ வாண்ட் பீப்புள் ஆல்சோ கெட் எனிதிங். இந்த ஸ்கூலில் கூட குட்டிகளுக்கு படிஞ்சு கொடுத்து யூடியூப்ல இருக்கிறேன். அஞ்சு சொல்ல வஜித் குட்டம்பரம்பி. யுவர் போஸ்ட் கிராஜுவேட்? ഗ്രാജുവേറ്റ്. എന്താ പഠിച്ചു? ബികോം കോമേഴ്സ്. കുട്ടികളില്ലേ? കല്യാണം കഴിഞ്ഞു. കുട്ടികളില്ലേ? അപ്പൊ അത് എങ്ങനെ ജീവിക്കും? എന്ത് ഭാര്യ? അത് കുഴപ്പമില്ല. ഭാര്യ പഠിക്കാൻ പോയിപ്പോ. ഭാര്യ പഠിക്കപ്പോ പഠിക്കാന്ന് പഠിക്കുക. ഭാര്യ എംടെക്കിന് പഠിക്കുക. എഞ്ചിനീയർ. എംടെക്. 20 years. 20 years. 20 years. அப்போ பாருங்க 20 years வந்துட்டு நான் பண்ணுறேன். நீங்கள் வந்துட்டு ஃபஸ்ட் டைம்ன்றீங்க. அதனால நீங்கள் இந்த நிறைய இந்த மாதிரி எப்படி பண்ணணும், எப்படி முதல்ல ஸ்டேஷன் போகணும். ஸ்டேஷனில் போய் முதல்ல பேப்பரில் வர வைக்கணும். பேப்பரில் பத்திரத்தில் வரணும். அது இந்த மாதிரி போடுறீங்க இல்லையா? இதில் என்ன பண்ணீங்கன்னா ஒரு மெசேஜ், சேவ் நேச்சர், சேவ் என்விரான்மெண்ட், அது வச்சிங்கன்னா இந்த பத்திரக்காரன், இந்த லோக்கல் யூடியூபர் இருப்பான் இல்லையா, அவன்லாம் வருவான் நியூஸுக்கு. அப்போ பேப்பரில் வந்துருச்சுன்னா ஸ்டேஷன்லேயும் உங்களை அறியும். அப்போ என்ன வேணும் அப்படி சொல்லுவாங்க. அவங்க வந்து நிறைய வந்திருக்கா அப்படின்னு சொன்னால் உங்களுக்கு ஒருத்தர் இந்த லெட்டர் கொடுக்கும். எதுக்கு வேண்டி வந்தது அப்படி கேட்கும். நான் வந்து ஊர் காணப்பட்டேன்னா எதுக்கு கொடுக்காது. அப்போ இந்த மாதிரி ஒரு அவேர்னஸ் பண்ணணும், சைக்கிளிங் பண்ணணும், ஹெல்த் கிடைக்கும். அந்த രാത്രി കിടക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം നോക്കി വന്നപ്പോൾ ഒരു പെട്രോൾ പമ്പ് കിട്ടി. അങ്ങനെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഇവിടെ നേരെ ഓപ്പോസിറ്റ് ഒരു മലയാളി കട ഉണ്ടെന്ന്. അങ്ങനെ നേരെ ഇവിടേക്ക് കയറി വന്നു. ഇവിടേക്ക് കയറി വന്നപ്പോൾ ഇവിടുത്തെ ചേട്ടനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നമൊന്നുമില്ല, നല്ല ചേട്ടനാ. അവൻ പറഞ്ഞു ഇവിടെ കിടന്നോന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ഇവിടെ നിന്ന് ടെൻ്റ് അടിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ സെറ്റായി. അങ്ങനെ ഹോട്ടൽ കാണിച്ചറിഞ്ഞേ. അങ്ങനെ ഹോട്ടലിൽ അതിൻ്റെ മുകളിൽ തന്നെ ഒരു ഫാമിലി, അച്ഛനില്ല ഉണ്ട്, അമ്മ, ആളുടെ വൈഫ്, കുട്ടികൾ, പിന്നെ അനിയ, എല്ലാവരും ഉണ്ട് ഇവിടെ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ടെൻ്റ് അടിച്ചു. ഇതിനുള്ളിലാണ് ടെൻ്റ് അടിച്ച് വെച്ചിട്ടുള്ളത്. നേരെ സൈക്കിൾ അവിടെ വെച്ചു, കൂട്ടി. അങ്ങനെ നേരെ അവിടെ നടന്നു. അങ്ങനെ ഹോട്ടലിലെ ആളുടെ നല്ല സ്നേഹമുള്ള ആൾക്കാരവിടെ ഉള്ള എല്ലാവരും. നമ്മൾ നല്ല കാര്യങ്ങളായിരുന്നു. എല്ലാവരും നന്നായിട്ട് വർത്താനം പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ രാത്രി തുറക്കം ഇവിടെയാണ്. സെറ്റാണ് കാര്യങ്ങളൊക്കെ. സൈക്കിളിൻ്റെ വരുമോ? എന്നെക്കൊണ്ടോ ഞാൻ സൈക്കിൾ വരില്ല. ചാനലുണ്ടാ? അമ്മ പേര് പറഞ്ഞു, ഞാൻ ചെയ്തുതരാം.
अच्छा आमोस क्रेजी बर्ड इनकी चैनल ഇടുന്നു അതിൻ്റെ രജിത്ത് അതിലടിച്ചോ. ഇവരഞ്ച് ശരിക്കൊരു വീട്ടിലത്തെ ആൾക്കാരെ പോലെയാണെന്ന് എന്നോട് പെരുമാറിയിട്ടുണ്ടായിരുന്നുണ്ട്. അവർ പറഞ്ഞു ഫുഡൊക്കെ കഴിക്കാന്ന് പറഞ്ഞിട്ട് ഫുഡൊക്കെ എടുത്തു. അങ്ങനെ കുറേ നേരം അവരോട് സംസാരിച്ച് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല കമ്പനിയാണ്. ഒരാൾക്കും കുറച്ച് ഹെഡ് വെയിറ്റ് കൂടുതൽ, അങ്ങനെ ഒന്നും എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. ഇത് വീഡിയോ ഇവളെന്താ വിളിക്കുക? കുച്ചുംബിന്നാ? കുച്ചുംബിയാണോ? ആ ശരിക്കുള്ള പേരെന്തിട്ട് പറഞ്ഞേ? ആ രൗദ്ര. വേറെ വലിയൊരു പേരാണല്ലോ പറഞ്ഞേ. എന്റെ കൂടെ വരുന്നുണ്ട് നീ തൃശ്ശൂർക്ക്? നിങ്ങൾ കണ്ടു പോവാ? ഗുരുവായൂർക്കൊക്കെ വരാറുണ്ടാ നാട്ടിൽ വരുമ്പോ? ഗുരുവായൂരമ്പലത്തിക്കാ? ഗുരുവായൂരമ്പലത്തിക്ക് അപ്പൊ ഇതുവരെ വന്നിട്ടില്ലേ? ഞാൻ വന്നില്ല. എന്റെ അനിയൻ വന്നു. പൊടിയെന്ന് വിളിക്കുക? പൊടിയെന്ന്. ചേട്ടൻ എന്താ വിളിക്കുക? ഞാനാണ് മൂത്തത്. അല്ല ചേട്ടൻ എന്താ വിളിക്കുക? ഞാൻ പൊടിയനാ. എന്നെയാ പൊടിയെന്ന് പറഞ്ഞ് വിളിക്കണ പേരല്ലേ? ആ പൊടിയൻ. ആ ഞാൻ പൊടിയൻ തന്നെ അവന്റെ അടുത്ത്. അതല്ല പൊടിയെന്ന് പറയുന്നത് ആളെ വിളിക്കണ പേരാണോ? ഇല്ല ഇല്ല അത് നമ്മളെ ഇപ്പൊ ഇത് പെറ്റ് നെയിം. ആ അങ്ങനെ അങ്ങനെ യഥാർത്ഥ പേര് അനിലാണ്. അനില്. നമ്മള് സ്നേഹം പറഞ്ഞ ഈ കുച്ചിമ്പി എങ്ങനെ ഉണ്ട് അതുപോലെ അതേപോലെ. അതുപോലെ അപ്പൊ ചേട്ടന് രണ്ടാളും ഒരു പേര് വിളിക്കുക? ഇല്ലില്ല എന്താ വിഷ്ണു. നീ കുറുമ്പിയാന്ന് പറഞ്ഞല്ലോ. കൈൻ്റെ അടിയിൽ അടി കിട്ടിയില്ല? നോക്കട്ടെ കൈ കാണിച്ചേ. അവിടെ അടി കിട്ടിയിട്ടില്ലോ. അവിടെ അടി കിട്ടിയിട്ടില്ലേ? പഞ്ചാര കട്ട് തിന്നപ്പോഴേ ആ ആക്രാന്തത്തിൽ കൈയാണ് കടിച്ചത്. പഞ്ചാര കട്ട് തിന്നാറുണ്ട്? പല്ലൊക്കെ പൂട്ടാ പുഴുപ്പല്ലാവും മധുരം കഴിച്ച് മിഠായി കഴിച്ചു കഴിഞ്ഞാ. ഇതാണ് എന്റെ അസ്ലി ലുക്ക്. ഇതാണ്. അത് കല്യാണത്തിന് കളഞ്ഞതാ. അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങാൻ പോവാ. ബൈ ബൈ ബൈ. ഞാൻ കാലത്തൊരു 7 മണി 7:30 പോവും. ആ ഇത് വീഡിയോ.